ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കസോളിലാണ്. കസോളിൽ വന്ന് ഇറങ്ങി, ഇതേ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പയ്യെ നടക്കുന്നു. നല്ല തണുപ്പുണ്ട്. ബസ്സോട്ടെ ഇനി ട്രിപ്പിലുള്ളവരെയൊക്കെ പരിചയപ്പെടുത്തി തരാം. പിന്നെ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, കൂട്ടത്തിൽ കച്ചറ കേൾട്ടൻ. ഇത് പുതിയ ആളാട്ടാ, അഖിൽ. ഇത് ഫഹദ്, ഇത് ഫസലി, ഇത് സഞ്ജു ആൻഡ് അവർ വൺ ആൻഡ് ഓൺലി കുനുവാവ. യെസ്, എടി ഇതാണ് വഴിയും തോന്നണത്. നിൽക്കട്ടാ, നമ്മൊരു എവിടെയോ ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിലേക്കുള്ള വഴി ഇതിൻ്റെ അങ്ങാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് ഇറങ്ങിയിട്ട് നല്ല തണുപ്പുള്ളതുകൊണ്ട് ഇവിടെ മഞ്ഞുമലയൊക്കെ ഉണ്ട്. എൻ്റെ ബാക്കിലൊക്കെ മഞ്ഞുമലയൊക്കെ കാണാം, ഫ്രണ്ടിൽ മഞ്ഞുമല. ഈ മഞ്ഞുമലയൊക്കെ കണ്ടുകൊണ്ട് എക്സൈറ്റ്മെൻറ്റിൽ അങ്ങാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചായക്കട പോലും തുറന്നിട്ടില്ല ചായ കുടിക്കാന്ന് വെച്ചിട്ട്. അവിടെ കാക്ക തൊണ്ടവേനെന്ന് തോന്നുന്നു, ഒടുക്കത്ത ബാസ് കാക്ക. വഴി ഒന്ന് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക്. ഹോസ്റ്റലിൻ്റെ പേര് എന്തായിരുന്നു? ചലോ ചലാൽ, അതായിരുന്നു ഹോസ്റ്റലിൻ്റെ പേര്. അപ്പോൾ ഹോസ്റ്റലിൻ്റെ വഴി ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഇവിടുത്തെ നേച്ചർ പാർക്ക് ഉണ്ടോ? അങ്ങനെ ക്ഷണിച്ച് കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഗേറ്റ് തുറന്നിട്ടില്ല. നീ നടന്നു നോക്കിയേ, മഞ്ഞുമല ഇങ്ങനെയുണ്ട്. അപ്പോൾ കസോൾ ജംഗ്ഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് ഹോസ്റ്റലിലേക്ക്. കസോൾ ജംഗ്ഷനിൽ നിന്ന് ഒരു ചെറിയൊരു വഴി അങ്ങ് കയറി. ഓ മാൻ, ജർമ്മൻ ഷെപ്പേർഡ് നോക്കി. ഇവിടുത്തെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒക്കെ സൈസ് കണ്ട. നിനക്കൊരു കടി അടിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടാ പോവും നമ്മുടെ പൊളി. അങ്ങനെ നമ്മൾ പാർവതി വാലി ക്രോസ് ചെയ്യാൻ പോകുന്നു. അങ്ങനെയുണ്ട് ഇപ്പോൾ പാലം. ആഹാ, പാർവതി വാലി, അപ്പുറത്ത് മഞ്ഞുമല. അത് അവിടെ സൂര്യൻ വന്നിട്ടാ മേളിൽ. അവിടെ മേളിൽ സൂര്യൻ വന്നിട്ടുണ്ട്. കൊള്ളാം. ഫസല് പോകല്ലേ? അവിടെ എന്താ ഫസല്? നീ ബാക്കിയല്ലേ പോയേ? ഇവനുണ്ടല്ല, ചതിച്ചതാണ് ഇവന. നോക്കിയേ, എല്ലാവരും ഷൂസ് ഇടുന്നുണ്ട്, ഇവൻ ചെരിപ്പിട്ടിടുമെന്ന്. അപ്പോൾ ഇവൻ ചോദിച്ചു ഷൂസ് എടുക്കാമെന്ന് ചോദിച്ചപ്പോഴേക്കില്ല. ഇവൻ പറഞ്ഞു ഷൂസ് എടുക്കാൻ ഡ്രൈവറെ പോയി മേടിക്കാമെന്ന്. എൻ്റെ ഒരു പറ്റായിട്ട് എൻ്റെ സോക്സ് മേടിച്ചിട്ട്. അപ്പോൾ കുണുവാവരൊക്കെ സോക്സിലാണ് മരയിച്ചിടക്കണ്. തണുപ്പ് രസീലിട്ടിപ്പാ. സൂര്യൻ ചെറുതായിട്ട് വന്നിട്ടുള്ളൂ, പക്ഷെ ഇപ്പോൾ ക്ലൈമറ്റ് കാണിക്കുന്നത് നെഗറ്റീവ് 1. കൈയൊക്കെ മരവിച്ച്, കൈക്കൊന്നൊരു ഫീലിങ്സ് ഇല്ല. ഇങ്ങനെയൊക്കെ മടക്കിയിട്ടൊന്നും അറിയണില്ല. ഒരു ചായക്കട ഇവിടെ നിന്ന് തുറന്നിട്ടുള്ളന്ന്. സമയം 7:30. ഇത് ചായ കുടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഏതാണ്ട് ഒരു 900 മീറ്റേഴ്സും കൂടി നടക്കാനുണ്ട്. ഏതാണ്ട് നമ്മൾ എത്തിയും തോന്നുന്നു. ഇവിടെ മേളിലേക്ക് കുത്തനുള്ളൊരു കയറ്റം. അത് ഇതെന്ത്? ചലോ ചലാൽ ഹോട്ടൽ ആൻഡ് കഫേ. ഇതാണ് തോന്നണം കേട്ടോ. ഇത് തന്നെ, ദാറ്റ് ഈസ് ചലോ ചലാൽ. യെസ്, വി റീച്ച്. ബാക്കിലൊക്കെ ഫുള്ള് മഞ്ഞ്. പൊളി. ഏത് മൂട്? പൊളി മൂട്. നമ്മളെ വീട്ടിലാണ് ചേച്ചി നിൽക്കണം. ചേച്ചി രാവിലെ എന്നെ വിളിച്ചായിരുന്നു ബസ് ഇറങ്ങിയത് തന്നെ. എത്തിയില്ലെന്ന് ചേച്ചി. അയ്യോ, ചലോ ചലാൽ ഹോട്ടൽ ആൻഡ് കഫേ. ബാക്കിൽ സൂര്യനൊക്കെ വന്ന്. ഇവിടെയൊക്കെ നല്ല കോടയുണ്ട്. കയറ്റം എങ്ങനെയുണ്ട്? അയ്യോ, we finally reached
അടി കിച്ചൺ സൈഡാ പിന്നെ സ്റ്റെപ്പ്. ജനറേറ്ററാണ് വേണ്ട, കറണ്ടിൽ ജനറേറ്ററാണ് ജനറേറ്ററാണല്ല. Yes, this one. Thank you. And okay, നമ്മുടെ ഡോം മുട്ടിലൊക്കെ തീർത്തോടാ. സഞ്ജയല്ലേ മുട്ട വയ്ക്കണത്? സഞ്ജയ് ഭയങ്കര ഇവിടുത്തെ ആളാണ്ടിത്, ഇവിടുത്തെ മെയിൻ ആൾ. പിന്നെ അത് വേണ്ടത് ഒരാൾ ഫുഡ് കഴിക്കാൻ റെഡിയായിട്ടിരിക്കണ കഴിക്കൊണ്ടിരിക്കുന്നു. കഫേ അത് പറഞ്ഞിട്ടേക്കാം. ആൻഡ് ഇവിടെ തൊട്ടുപുറകില് പാർവതി വാലി. ഓക്കെ ആർട്ടൊക്കെ ഓക്കെ. നൈറ്റ് വേറെ മൂടായിരിക്കും. ഹോളിമൂട് അമ്പാടി എന്തൊക്കെ കത്തിച്ചിട്ട് വേണം. അതെ ഹോട്ടപ്പെട്ടിട്ട് പൊള്ളി അല്ലെങ്കിൽ കലക്കി ഇടി തുടങ്ങി കൊടുത്തോ പണി. സാരിടിച്ചോ? യെസ്, അത് തന്നെ. സാരിടി ഇടിച്ചു മാറി. മലത്തേടി പൊളിപ്പൊളേ. ഇവിടെ എല്ലാവർക്കും നടാടി ഉണ്ട് കേട്ടാ. നടാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇരുന്നില്ല, ഞാൻ എനിക്കും കിട്ടും. ധൈര്യം എനിക്കും കിട്ടും. കഥ അറിയാൻ പാടില്ല വന്നിരിക്കണേ. പൊളി അറിയാല. എല്ലാരും ഫോട്ടോ എടുക്കൽ പരിപാടിയിലാണ്. കുന്നസ്വാമിയാണ് ഒരു രക്ഷയില്ല. പവർ ബാങ്ക് കുത്തി ഫോട്ടോ എടുക്കുന്നത്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് വരും. നമ്മ ആലു പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ ആണെങ്കിൽ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ അല്ല എല്ലാവരും ആർട്ടൊക്കെ കണ്ടിരുന്ന് രസിച്ചോണ്ടിരിക്കുന്നു. സ്പീക്കർ താഴ്ത്തുന്ന നമുക്ക് മേളിലൊക്കെ സെറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ആലു പൊറോട്ടയും കഴിച്ച് പരിപാടി കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി കഴിക്കാനായിട്ട്. എടാ എന്താണിത്? നീ ബ്ലോഗ് ചെയ്യണ്ട, ഓടിയാക്കണല്ലോ മൊബൈലായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ആലു പൊറോട്ട, പിന്നെ ഒരു ബട്ടർ എക്സ്ട്രാ വന്നിട്ടുണ്ട്, അച്ചാറുണ്ട്. എല്ലാരും പണി തുടങ്ങി. ഷെൽട്ടർ എന്തൊക്കെ ഡിസൈനൊക്കെ ഉണ്ടാക്കണ്ടായിരുന്നല്ലോ. തേച്ചോണ്ടിരിക്കുന്ന ഒരുപാട് അറിയാ. അച്ചാറ് അച്ചാർ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. വേറെ എത്ര ഫില്ലായില്ലെങ്കിലും കുഴപ്പമില്ല. അല്ല ഗുണു, ഞങ്ങൾ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കസോൾ മാർക്കറ്റ് വരെ തിരിച്ച് നടക്കണേണ്. കാരണം ചതി പറ്റിയ കുണുവിനും ചതിച്ച ഫസലിനും ഷൂസ് മേടിക്കണം, പിന്നെ ജാക്കറ്റ് മേടിക്കണം, പിന്നെ എന്തൊക്കെ മേടിക്കണം, മിഠായി മേടിക്കണം, ഗ്ലവ് മേടിക്കണം അല്ലേ? അങ്ങനെ ബുക്കാ സ്പെക്ക്. ഓ സ്പെക്ക് ഇല്ലാണ്ട് പറ്റൂല. ഇനി ഓടി ഇറങ്ങാൻ. അപ്പൊ ഇനി മാർക്കറ്റിൽ ചെന്നിട്ട് മാർക്കറ്റ് വിശേഷങ്ങൾ. വെയിൽ വന്നപ്പോഴേക്കും സൂപ്പറായിട്ടാ. ഇപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല. അതിൽ ഫ്രണ്ടില് ഏതൊരു പട്ട റോഡ് നടന്നുകൊണ്ട് ബാക്കി പുറകെ ഫോട്ടോ എടുത്ത് കളി. ഷോപ്പിംഗ് തുടങ്ങി. ജാക്കറ്റ്, ക്യാപ്പ്. എവിടെ നീ എടുക്കണല്ലേ?
വലിയ സുഖമില്ലടാ ഇരിക്കോ ഇത് വലിയ കുഴപ്പമില്ല അത് വേണ്ട ആ കളറൊക്കെ കൊടുപണി ആ കളർ കുഴപ്പമൊന്നുമില്ല ഞാൻ കസോൾ മാർക്കറ്റിൽ ഇറങ്ങി പർച്ചേസ് തുടങ്ങി പുള്ളിമൂടാൻ പാടി അത് ഏത് സോക്സാണ് രാത്രി ഇടാനായിട്ട് വേണോ എനക്ക് ചുമ്മാ എടുത്തോ അങ്ങനെ എല്ലാവരുടെ കയ്യിലും കവറുകളായി ജാക്കറ്റ് ക്യാപ്പ് കോപ്പ് എല്ലാം മേടിച്ചിട്ടുണ്ട് ഞാൻ ഷെൽട്ടന് മാത്രം ഒന്നും മേടിച്ചില്ല എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ഷെൽട്ടൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് അങ്ങനെ രണ്ട് മാത്രം ഒന്നും മേടിച്ചില്ല ഇതൊക്കെ ഒന്നുമില്ലൂടാ മേടിച്ചിട്ടാണല്ലോ ദൂരം ഇതല്ല ഇതൊക്കെ വാട്ടർ പ്രൂഫൊന്നുമില്ല പോണോ നീ റോട്ടിലാണ് നിൽക്കുന്നത് പിന്നെയും പർച്ചേസുകളോട് പർച്ചേസുകൾ സോക്സ് മേടിക്കുന്നു പിന്നെന്താണ് ക്യാപ്പ് മേടിക്കുന്നു ഗ്ലൗസ് മേടിക്കുന്നു ഓ പിന്നെ വേറെ ക്യാപ്പ് ഓ നോക്ക എല്ലാവരുടെ കയ്യിലും മറ്റേ അണ്ണാച്ചി തുറ്റി പോയതുണ്ട് ആ അടിമ്പാക്കൊച്ച് ഇതേപോലത്തെ ബസ്സിലാണ് പോണത് ഉള്ളിനൂട് കൊള്ളാം. അപ്പൊ ഇനി ഇവർക്ക് ഒരു ചതി പറ്റിയ കുണുവിനും ഫസലിനും ഷൂസ് മേടിക്കാനായിട്ട് ചിന്തിച്ച് നടക്കാണ് കസോൾ മാർക്കറ്റിലൂടെ തേരാപ്പാര മെഡിക്കൽ ഷോപ്പിന്റെ അപ്പുറത്താണ് പറഞ്ഞത് അവിടെ ഉണ്ട് കടലുണ്ട് കേട്ടോ ഈ ഷൂസും കൂടി മേടിച്ചാൽ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞു അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു ഫസലിന് 2 കവറ് അഖിലിന് 2 കവറ് കുണുവിന് 2 കവറുള്ളൂ കുണുവിന് ഷെൽട്ടന് 1 കവറ് ഏറ്റവും കൂടുതൽ കവറുകൾ മേടിച്ച ഫഹദിന് ഒരു സോപ്പ് കിട്ടി സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് തളർന്നത് ഒരു ചായക്കടയിൽ കയറി ഈ ചായക്കടയിൽ മാത്രമേ ഉള്ളൂ ചായക്ക് 20 രൂപ ബാക്കി എല്ലായിടത്തും പിരിഞ്ഞ വില നോക്കിയപ്പോ ചായ എങ്ങനെ ഏത് മൂട് കാസോള് വന്നിട്ട് അവന് താടി വെട്ടണമെന്ന് ആഗ്രഹം സാധിച്ചു കൊടുത്തു കേട്ടോടാ ആഗ്രഹം സാധിച്ചു കൊടുത്തു താടി ഷേപ്പിക്കേണ്ട ആളെ നോക്കി നീ ആവി കൊണ്ടിട്ട് തുടച്ചു കളഞ്ഞാൽ മതി അഖിലിനെ മുടി വെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയായിരുന്നു പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല വൻ തിരക്കായിരുന്നു അതിനുള്ളിൽ ഞങ്ങളൊരു ചെറിയൊരു ഹോട്ടലിൽ കയറി രാജ്മാ ചാവൽ കഴിച്ചു രാജ്മാ ചാവൽ എന്ന് പറഞ്ഞാൽ വൻപയറും ചോറും ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി ലഞ്ച് കാരണം അവിടെ നല്ല തിരക്കുള്ള ഹോട്ടലായിരുന്നു അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സീറ്റ് തന്നെ കിട്ടിയ വിധത്തില്ല അതുകൊണ്ട് ഫുഡ് കഴി അങ്ങ് എടുത്തില്ല ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞു എല്ലാവരുടെ കയ്യിലും ഒരു ലോഡ് ബാഗൊക്കെ ഉണ്ട് നേരെ ഇനി തിരിച്ച് പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നു ഒരു ഉച്ചയുറക്കം പിടിക്കാമെന്ന് വിചാരിച്ചു ബസ്സിലത്തെ ഉറക്കവും ട്രെയിനിലുള്ള പരിപാടിയെല്ലാം ആകെ ശോകമായിരുന്നു അങ്ങനെ ചെറിയൊരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം 6:30 ഞങ്ങളൊന്ന് വീണ്ടും കസോൾ മാർക്കറ്റിന് അങ്ങോട്ട് പോകുന്നു ഡിന്നർ അവിടെ നിന്നാക്കാന്ന് വിചാരിച്ചു ഈ ഏരിയയിലൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ് പിന്നെ വേറെ സീനുണ്ട് ഫാഷൻ പരേഡ് ഉണ്ട് ഇവിടെ അത് കാണിച്ചു തരാം ഓരോരുത്തരും നോക്കിക്കോട്ടെ ജസ്റ്റ് നമ്പർ 2 അഖിൽ ഇവന് ചെറിയ പണി കിട്ടിയിട്ടത് പറയട്ടെ സഞ്ജു കുണുവാവിടെയാണ് കുറച്ച് ചെത്ത് കളർ ഒരു രക്ഷയില്ലാത്ത കളറും കുണുവാവിടെ ഞാൻ അവന് പണി കിട്ടി പറയുന്നുണ്ട് അപ്പൊ അതിന്റെ കയ്യിൽ ഇപ്പൊ ഒരു കവർ ഉണ്ടാ
ഈ മണ്ടൻ്റെ അടുത്ത് അവിടെ ഒരു ജാക്കറ്റ് എടുത്തോണ്ട് പറഞ്ഞ ജാക്കറ്റ് സിബ് നോക്കണത് സിബ് ഉറക്കിയുള്ളത് ഇവിടെ വന്നിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി പോകണേ. അതൊന്ന് വഴിമാറി കൊടുത്തേ. രാത്രി ആയപ്പോഴേ ചലായിന്ന് കസോളിലേക്കുള്ള വ്യൂ നോക്ക്. പൊളിയായിട്ടാ. തണുപ്പ് അത്യാവശ്യം വന്നു തുടങ്ങി. കുറേ പേരൊക്കെ പാറപ്പുറത്ത് ദ്വീപുണ്ട്. ഇവിടുത്തെ ടീംസായിരിക്കുള്ളൂ. പൊളി. റോഡില്ല, റോഡൊക്കെ ഒഴുകിപ്പോയി. കസോൾ മാർക്കറ്റിലേക്ക് എത്തി. നടന്നു പറളയിട്ടാ. പുളിയുടെ ശ്വാസം കിട്ടുള്ള. നിങ്ങളെവിടെ? ഫുൾ ബ്ലോക്ക്, ഫുൾ ഓൺ ഫുൾ പവർ. അതിനെ പോയിട്ട് ആ ജാക്കറ്റ് തന്നെ നോക്കട്ടെ, എന്നിട്ട് വേണം അടുത്ത പണി പിടിക്കാനായിട്ട്. അങ്ങനെ കസോൾ വരെ പോയി തിരിച്ചെത്തി. ഡിന്നർ ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി. ബ്രെഡും ജാമും, പിന്നെന്താ തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ട് ഇവിടുത്തെ ഒരു മരുന്ന് കിട്ടും, ഓൾഡ് പങ്ക്, അതും അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഞാൻ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കണമല്ല, തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ താഴത്ത് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ താഴത്ത് ചെറിയൊരു ബോൺഫയറും പിന്നെ പ്രൊജക്ടറൊക്കെ വെച്ചൊരു ചെറിയ പൊളി എടുക്കാനുള്ള പരിപാടിയിലാണ്. അതെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കണം. കുണുവാവൊക്കെ കളസത്തില് പൊളിയെടുക്കാൻ വേണ്ടി യൂണിഫോം എടുത്തിരുന്നു. അതെല്ലാരും പൊളിയിലേക്ക് പോയിട്ട് ഇവിടെ വെട്ടം കുറവായതുകൊണ്ട് കിട്ടുമെന്നറിയില്ല. ഞങ്ങൾ പരിപാടി തുടങ്ങി. അവിടെ നിന്ന് കിട്ടുമെന്നാണ് അറിയാം. വെട്ടം അടിച്ചു കാണിച്ചു കൊടുത്തേ. ഞങ്ങളങ്ങനെ പരിപാടി തുടങ്ങി. രാവിലെ ഇപ്പം സമയം 9 മണി കഴിഞ്ഞ്. 7 മണിയാകുമ്പോഴേക്ക് എഴുന്നേറ്റാണ്ട റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് റെഡിയായി. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഒരു ചെറിയ പുളിയൊക്കെ എടുത്ത് ഡിന്നർ, പിന്നെ ബ്രെഡും പഴവും ജാമൊക്കെ ഇവിടെ ഡിന്നർ പിന്നെ കാണിക്കാതെ. ഇന്നലെ ഒരു 10 മണിയാകുമ്പോഴേക്കും കിടന്ന് രാവിലെ 6 ആയപ്പോഴേക്ക് എഴുന്നേറ്റ്. കൊള്ളായിരുന്നു, നല്ല സൂപ്പർ തണുപ്പായിരുന്നു. അല്ല ഗുണം ഉണ്ടാത്തത്. അതിനെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ചെലോച്ചലാവിൽ നിന്നും ഇറങ്ങുന്നു. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ കേട്ട് അടുത്ത വീഡിയോ കാണാം. Until next video, peace out.